Is that you? They don't know Islam. They don't know Is that him? the rule which is professed in Islam. Is that him? Now, this is something. Is he Jewish? He Well, he said he's Zionist. likes old people. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ കാണാൻ സാധിക്കണത് ഹാരിഫ് ഹുസൈൻ ഒരു കൂട്ടം ആൾക്കാർ ട്രോളി വിടുന്നത് ഊക്കണതൊക്കെയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനും സോഷ്യൽ മീഡിയയിൽ പോയി സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആശാൻ ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് കയറി. ഈ ലണ്ടനിൽ ഹൈഡ് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്പീക്കേഴ്സ് കോർണർ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. അവിടെ വെച്ചിട്ട് ഒരു കൂട്ടം മുസ്ലിമീങ്ങൾ അവിടെ ഡെയിലി ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങോട്ട് പോയി മാസടിക്കാൻ ശ്രമിച്ചാണ്. അവരെല്ലാവരും കൂടി അടിച്ച് അണ്ണാക്കിൽ കൊടുത്തു. കാരണം ഇസ്ലാമിൽ നിലവിലില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് വാദിക്കാനാണ്. നോർമലി അയാളെ വീഡിയോ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഇല്ലാത്ത പല നുണകൾ അടിച്ചു വിടുന്നത് കേട്ടിരിക്കാൻ ഒരുപാട് സംഖ്യകൾ ഉള്ളത് കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ് ഈ ഹാരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഈ വ്യക്തി. ഇയാൾ അവിടേക്ക് പോയിട്ട് ഇതേപോലെ ഈ കേരളത്തിലെ ആൾക്കാരെ ഈ മണ്ടന്മാർ വിശ്വസിക്കുന്ന പോലത്തെ നുണകൾ അടിച്ചു വിടാൻ ശ്രമിച്ചു. പക്ഷെ അവർ അടിച്ച് അണ്ണാക്കിലും കൊടുത്തു. കാരണം ഇതിന്റെ കറക്റ്റ് ഇതിന്റെ സോഴ്സ് എവിടെയാണ്, ഇതിന്റെ കാര്യങ്ങൾ എവിടെയെന്ന് പ്രൂഫ് അടക്കം കാണിക്കാൻ പറ്റും. ChatGPT വരെ അണ്ണൻ വലിഞ്ഞ് കയറാൻ നോക്കി. പക്ഷെ അവിടെയും ഒരു നിരാശാജനകമായ ഒരു കാര്യമാണ് തിരിച്ച് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടിച്ച് അണ്ണാക്കിൽ കിട്ടി പരവശനായി അവിടുന്ന് എങ്ങനൊക്കെ കഴിച്ചില്ല എന്ന് പറഞ്ഞ പോലെ തടി തപ്പി ഊരിയിട്ടുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത്, ഒരു വിഭാഗത്തോടുള്ള കടുത്ത എതിർപ്പ് കാരണം ഇത്രയും മോശമായ രീതിയിൽ അവർ കാണിക്കുന്നുണ്ട്, അവർ എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഇയാളുടെ ഒരു ഫോട്ടോ. ആ ഫോട്ടോയിലുണ്ട് ഇസ്രായേലിന്റെ പതാക പിടിച്ചിരിക്കുന്ന വ്യക്തി. ഒരു നിരീക്ഷരാധിയ വ്യക്തി എന്തിനാണ് ജൂതന്മാരുടെ പതാകയും ജൂതന്മാരുടെ വസ്ത്രധാരണയൊക്കെ നിൽക്കുന്നത് തിരിച്ചറിഞ്ഞു. ഇയാൾ ഒരു എക്സ് മുസ്ലിം ഇതിനപ്പുറത്ത് ഒരു വിഭാഗത്തോട് കടുത്ത എതിർപ്പ് കാണിക്കുന്ന വ്യക്തിയാണെന്നുള്ളത് എന്തിനേറെ പറയുന്നു. 10,000-കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ അപഹരിച്ചെടുക്കുന്ന ഇസ്രായേൽ പറയുന്ന ഒരു ജനസൈഡ് രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നതിൽ വലിയ ഒരു ക്രൂരത മറ്റൊന്നുണ്ടാവില്ല. അത് ഇയാൾ ചെയ്യുന്നുണ്ട് എന്ന് അവർ തീർത്ത് കാണിച്ചു. അതോടുകൂടെ അയാളുടെ എല്ലാ കളത്തിലും പൊളിഞ്ഞു. കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്ന പോലെ അയാൾ ചെയ്തതിനെല്ലാം തിരിച്ചു കിട്ടിയതുപോലെ എനിക്ക് തോന്നി. എന്തായാലും നല്ല ക്ഷീണം ഉണ്ടാവും, അത്രമേൽ അയാൾക്ക് ഊക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ലോണം കിടന്നുറങ്ങാൻ ശ്രമിക്കട്ടോ ഹാരിഫ് ഹുസൈനെ.